ദിവസമല്ലേ നമ്മൾ കണ്ടിട്ട് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക്. കല്യാണം ഇന്നുള്ളതാണെന്ന് എനിക്കറിയാം, എന്നാലും ഇന്നത്തെ കല്യാണം എൻ്റെ മദർസത്തെ ഫ്രണ്ടിൻ്റെ താത്താൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും മദർസത്തെ കുട്ടികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആരും വന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ഒരു മടിയില്ലാതെ ഞങ്ങൾ നേരെ ഫസ്റ്റ് തന്നെ പോയി ചെയ്തു. അപ്പോൾ ക്ഷണിച്ച പോകണമെന്നാണല്ലോ, ഓരങ്ങനെ ക്ഷണിച്ച് ചെയ്ത് ഞങ്ങൾ പോകാനും റെഡിയായി. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ വീട്ടിൽ നിന്ന് ബസ് കയറി, പിന്നെ അവിടുന്ന് പിന്നെ ഓട്ടോറിക്ഷ, ഓഡിറ്റോറിയത്തേക്ക് ഓട്ടോറിക്ഷ പോകില്ല, അല്ല ഓട്ടോറിക്ഷ പോകില്ല എന്നല്ല, ബസ് പോകില്ല. അതുകൊണ്ട് ഓട്ടോറിക്ഷ കയറി ഒരു ചേച്ചീൻ്റെ അടുത്ത് ഞങ്ങളെ കൂടെ ഇതേ ഓഡിറ്റോറിയത്തേക്ക് വേണ്ടിയിട്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. പിന്നെ ഫുൾ ഒരു കഥയായിരുന്നു. അങ്ങനെ അവിടെയുള്ള മിററൊക്കെ പോയി കണ്ടുപിടിച്ച് ഞാനും ഓളുമല്ലേ, ഞങ്ങൾ ഒരാൾ പോയി ഇങ്ങനെ നന്നായിട്ട് അവിടെ നിന്ന് എടുത്ത്. എടി നമ്മളെ കണ്ടപ്പോണ്ടല്ലോ വിളിക്കാത്ത കല്യാണത്തിന് വന്നൊരു ലുക്ക് ഉണ്ട് അല്ലേ. എന്തിനൊരു കൃത്യനിഷ്ഠത ഇല്ലെങ്കിലും നമ്മുടെ ഫ്രണ്ടിന്റെ താത്താൻ്റെ കല്യാണമോ അങ്ങനെ ആരുതിയിലും ഒക്കെ ആകുമ്പോൾ നല്ല കൃത്യനിഷ്ഠത ഉണ്ടാവും. ഇതാണ് നമ്മുടെ ബ്രൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് നേരത്തെ വന്ന സമയത്ത് കുറേ ടൈം മുന്നിലിരുന്നു, കാരണം അങ്ങനെ കല്യാണം ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയൊക്കെ കഴിച്ച് ഈ മഞ്ഞക്കിളി ഉണ്ടല്ലോ ആ സൈഡിൽ ഇരിക്കണേ, ആ മഞ്ഞക്കിളിൻ്റെ പേരാണ് ഹന്ന. അപ്പോൾ ഓളാണ് ഞങ്ങളെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓളെ കസിൻസും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ അതിന് ശേഷം ഹന്നൻ്റെ ഉമ്മാനെ കടിച്ചിട്ടുണ്ടേ. ഇതാണ് ഹന്നൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല സുന്ദരിയായിട്ട് രണ്ടുപേരും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു അനിയത്തി ഒരു അനിയനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നേരത്തെ പോയി നമ്മൾ വീണ്ടും നേരത്തെ ഇങ്ങോട്ട് വീട്ടിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ നമുക്ക് ഇനി അടുത്ത ബസ്, ഞങ്ങൾ നേരെ കാല് കുത്തിയതും ഐശ്വര്യത്തിന് പ്രതീകമായിട്ട് ബസ് അപ്പം തന്നെ പോവുകയും ചെയ്തു കേട്ടോ. ഇതാ അവിടെ കുട്ടിയെ നേരെ നോക്ക്. ഇതൊക്കെ ഞാൻ വെറുതെ ജോക്കിന് പറയാം കേട്ടോ, അത് എനിക്ക് നോക്ക് മാത്രമേ അറിയുള്ളൂ. അത് മാത്രമല്ല ഓളോട് എത്ര ടൈം പറയണം. അങ്ങനെ നമ്മൾ എവിടെ അടുത്തുള്ള കുറച്ച് നടന്നാൽ നമ്മുടെ മലബാർക്ക് എത്തിയിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ ഐസും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇവള് പറയുകയാണേ ഓളെ തിന്നണൊരു വീഡിയോ എടുക്കണം, പക്ഷെ ഞാൻ പറയുമ്പോഴെടുത്താൽ മതി. അവിടുന്ന് എന്തിനാ ചർച്ച ചെയ്തറിയത്, ഞങ്ങൾ ഒരാൾ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാട്ടിക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും ബസ് കയറി പോയപ്പോൾ നമുക്ക് നല്ല സീറ്റൊക്കെ കിട്ടിയിരുന്നെങ്കിൽ പോകുന്നപ്പോൾ നമ്മൾ മുഴുവൻ നിർത്തായിരുന്നു കേട്ടോ. കുറച്ച് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ബസ്സിൽ. എന്തായാലും ഇതൊക്കെ ഒരു വൈബാണില്ലേ. സത്യം പറഞ്ഞാൽ പോരാത്തോട്ടേക്ക് ശരിക്കും മിസ്സായിട്ടുണ്ടായിരുന്നു. എന്തായാലും പോരാത്തവർക്ക് നഷ്ടമായി.